ഹലോ നമസ്തേ, കഫ്ലീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോ ഇന്ന് നമ്മളൊരു മ്യൂസിക് അല്ലേ, നമ്മുടെ സൂര്യയുടെ കറുപ്പ് എന്ന സിനിമയുടെ ഒരു ഒരു മ്യൂസിക് വന്നിട്ടുണ്ട്. അപ്പം അതിനൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഉണ്ടാകും ഗോഡ് മോഡ് ദീപാവലിയാണ്. കേൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. കൊഞ്ചം അഡ്ജസ്റ്റ് പണി. ഗോഡ് മോഡ് എന്നാണ് സിനിമയുടെ പാട്ടിന്റെ പേര്. നോക്കാം. ഫുള്ളൊരു ഫെസ്റ്റിവൽ രീതിക്ക് പോകുന്ന ഈ ഇതിന്റെ ഒരു മെയിൻ പരിപാടിയുടെ ഒരു ആനിമേഷൻ കണ്ട അത് തന്നെ, മറ്റേ വാളുകളാണ്. ശരി, ചിലപ്പോ എല്ലാം ഗുണ്ടകളായിരിക്കും. ഗുണ്ടെന്നല്ലടാ ഇത്. ഇത് അവരുടെ ഒരു മെയിൻ മറ്റേ മെർസലി കണ്ടില്ലേ, അവിടത്തെ ഒരു ആചാരം. അതൊരു ആചാരം. മറ്റേ നമ്മളെ എല്ലാവരും ഈ കത്തിയും ചെണ്ടയും കാണും. അത് തന്നെ, മറ്റേ നമ്മളല്ല ഇതുണ്ടല്ലോ ഭദ്രകാളി സെറ്റപ്പ്. അത് തന്നെ ഇവിടത്തെ ഭദ്രകാളിയായ പരിപാടിയുള്ള അവർക്ക് ഒരു പ്രത്യേക സംഭവം ഉണ്ട്. മണി ആ ഒരു നോട്ടം കണ്ട നീ? ഈ എടാ ശൂലം ഇല്ലേ, ശൂലം. ഈ ശൂലത്തിന് മറ്റേ 3 കുറി, ഇതേ 3 കുറി തന്നെ ഈ സൂര്യനാണ്. ഈ എനിക്ക് കാണുന്ന മെർസല് അത് തന്നെയാണ് എനിക്ക് അതേ ഒരു ലുക്ക് തന്നെയാണ്. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ഒക്കെ ഇറങ്ങിയ സമയത്ത് മെർസലിന്റെ കോപ്പി എന്ന് പറയുന്നത് കുറെ പേര്. അയ്യോ, അങ്ങനെ ഒരു ദീപാവലി സമയത്താണ് മെർസൽ ഇറങ്ങിയത്, ഇതുപോലൊരു ദീപാവലി സമയം. ശരിയാണല്ലേ, നമ്മള് 10th ക്ലാസ് പഠിച്ചിട്ടുണ്ട്. 2017 കണ്ടില്ലേ മെർസല്. പടക്കം ഗുമ്മാലി. സൂര്യ ബാല വിഷ്വൽ എന്നടാ കേട്ടില്ല അതിന്റെ ഈ അതല്ല ആ ഒരു ബീച്ച് തിയേറ്റർ കേൾക്കണം ഞാൻ ആലോചിച്ച് നോക്കിയാണ്. ഇതിലെല്ലാരും കറുപ്പിട്ടൊക്കെ കൊണ്ടാണ് കറുപ്പെന്ന് പേരിട്ടത്. കറുപ്പാകുന്ന പേര്, അതുകൊണ്ടാണ് കറുപ്പിട്ടേക്കണത്. ഞാൻ പറയാ ഒരു കങ്കുവ സാരമുള്ള ഫുൾ ഇട്ടാ കോപ്പറേറ്റ്. ഇപ്പഴേ കോപ്പറേറ്റ് അടിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പിക്കുന്നത്. അപ്പം കണ്ടത് വെച്ചിട്ട് എന്തിനാണ് നിന്റെ ഒരു ഒപ്പീനിയൻ? എടാ അത് തന്നെ ഒരു അല്ലി പടം പോലെയാണ് ആദ്യത്തെ ഒരു ടീസറൊക്കെ വന്നപ്പോ തോന്നിയത്. അപ്പൊ ഈ ഒരു വൈബ് പാട്ട് അല്ലിയുടെ പടത്തിലുള്ള ആ ഒരു ഇത് തന്നെ ഇവിടെ കിട്ടണുണ്ട്. നമ്മള് കാണുമ്പം ഇത് നിനക്ക് കാണുമ്പോ അല്ലിയുടെ ഒരു സിനിമ കാണുമ്പോഴേ തോന്നുന്നത് ആ ഒരു വൈബ് ഉണ്ട്. മറ്റേ സൂര്യരം അല്ലാതെ മറ്റേ പാട്ടുണ്ട് സ്വടക്കും, ആ ഒരു വൈബ്. ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ കാണുമ്പം എന്തായാലും ഈ ഉടുപ്പൊക്കെ അങ്ങനത്തെ ലെവലില് സാധനമാണ് ഇത്. ഫെസ്റ്റിവൽ തന്നെടാ ഫുള്ള്. മുളക് അടിക്കണത്, അതുപോലെ മറ്റേ വിജയുടെ മറ്റേ പാട്ടുണ്ട് വില ഇതും പേര് സെയിം അതല്ലേ. കറുപ്പ് സ്വാമി, സൂര്യന്റെ പേര് അതായിരിക്കുമല്ലേ, കറുപ്പ് സ്വാമി. ഷൂട്ടിംഗ് ലൊക്കേഷൻ സ്റ്റില് എന്നാട്ടോ മയിലാട്ടം പാത്രമൊക്കെ. കമ്മാര സംഭവം പോലെ തോന്നണല്ലേ അതിനകത്ത് ഒരു ഇതുണ്ട്. കമ്മാര സംഭവത്തിൽ ഇതുപോലെ കറുപ്പിട്ട് ഗ്ലാസ് വെച്ച് അത് ഇത്ര ഉണ്ട് താടി, കണ്ണാടിയെ കൊണ്ട് അല്ല ആ ഒരു ഗുണ്ട. എനിക്ക് വിജയുടെ പല സിനിമകളാണ് എനിക്ക് ഓർമ്മ. മാസ്റ്ററിലൊക്കെ ഈ സെറ്റപ്പ് ഉണ്ട്. അത് തന്നെ അതല്ലേ ഈ മറ്റേ ബിഗില്ലേ രായപ്പന്റെ അതുപോലെ മെർസലിന്റെ ഒരു വെട്രിമാരൻ എല്ലാം കൂടെ ഒരു തമിഴ് അവിടെ വർക്ക് ആവാൻ ഇതൊക്കെയാണ്. അതന്നെ തമിഴ്നാട്ടിലത്തെ സിനിമകളിൽ മെയിൻ ആയിട്ട് വരുന്ന ഈ പരിപാടികളാണ് ഈ കുറി, ഈ ഒരു ഫെസ്റ്റിവല്, തെയ്യം, ഇതുപോലത്തെ സാധനങ്ങൾ. അത് തന്നെ. അപ്പോ സൂര്യയുടെ കുറെ നാൾക്ക് ശേഷം
ഒരു ഒരു ഹിറ്റ് കിട്ടണം ഈ സിനിമയിലൂടെ. ഹിറ്റ് അടിക്കണം. കാര്യം കുറെ നാളായി ഒരു ഹിറ്റ് വന്നിട്ട്, കൊറേ ആയി. നിവിൻ പോളിയും സൂര്യയും തിരിച്ചു വരുന്നു പറയാൻ തുടങ്ങിയിട്ട് കുറെ. ചിലപ്പോ ഇതിൽ കൂടെ ഒരു തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള ഫാൻസിനുള്ള എന്തായാലും ഉണ്ട് എന്ന് തന്നെ ഈ പാർട്ടി കൂടെ നമുക്ക് മനസ്സിലായി. അതല്ല, ഫാൻസിന് തിയേറ്ററിൽ കിടന്ന് അർമാദിക്കാനുള്ളൊരു സാധനം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ബാക്കി വരുമ്പോഴേ അറിയാവൂ എന്തൊക്കെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളെന്നും പടത്തിന്റെ ഒരു ബാക്കി അപ്ഡേറ്റുകളും അതിന്റെ ഒരു പ്ലോട്ട് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴേ ഇതുപോലെ ഇതിപ്പം പാട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇതായിട്ടുള്ളൂ, ഓവറായിട്ടുള്ള ഹൈപ്പുകൾ ക്രിയേറ്റ് ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പടത്തിന്. പ്രത്യേകിച്ച് കങ്കുവയ്ക്കും പറ്റിയതാ. അല്ല, കങ്കുവ അല്ലെങ്കിലും ഓവറായിപ്പോ. എന്നാ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ സൂര്യ ഇതുവരെയുള്ള കരിയറിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ഏത്? എനിക്ക് പണ്ട് വാരണായിരം അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. ഏഴറിവ് ആ ഒരു രീതിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. എനിക്ക് ലാസ്റ്റ് ആ ഒരു ഇതില് അഞ്ചാനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അതൊക്കെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അഞ്ചാനൊക്കെ ഓക്കെ. അത് നമ്മൾ കൊച്ചിലായിരുന്നപ്പോഴേ അത് നോക്കാം. അഞ്ചാനവന്റെ പിന്നെ നമ്മളായാലും മറ്റേ ബിരിയാണി കഴിച്ചിട്ട് സാധനം ഫ്ലിപ്പ് അടിക്കാനൊക്കെ നോക്കും. അതൊക്കെ അന്നത്തെ ഒരു പുള്ളിയുടെ സ്വാഗായിരുന്നു. അപ്പൊ പുള്ളി അങ്ങനത്തെ ഒരു അതുപോലെ എന്തെങ്കിലും ഐക്കോണിക് സംഭവം ട്രെൻഡ് സെറ്റർ ഒക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന ആ ഒരു വൈബിൽ കയറി പോവും. പക്ഷെ ഒരു തിരിച്ചു വരവ് ഇപ്പൊ അനിവാര്യമാണ്. നേരത്തെ പറഞ്ഞ നെയ്മ്പോളിക്കായാലും സൂര്യക്കായാലും. അപ്പൊ ഇതിൽ കൂടെ സൂര്യ തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും ഫാൻസിന് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് ഗോഡ് മോഡ് അല്ലേ. അപ്പൊ അതൊക്കെയാണ് കറുപ്പിന്റെ വിശേഷം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അത്രേ ഉള്ളു. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ എന്തായാലും പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാൻ. ലൈൻ കട്ട്.